പിന്നീട് മഷ്റൂം യൂണിറ്റ്, അതായത് മഷ്റൂം വളരുന്നതിന് നമ്മൾ തയ്യാറാക്കുന്ന ബെഡ് ഒരു മുറിക്കകത്ത് സൂക്ഷിക്കും. അതിനെയാണ് മഷ്റൂം യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് മഷ്റൂം യൂണിറ്റിന് ആവശ്യമായ ടെമ്പറേച്ചർ മുറിക്കുള്ളിൽ, മഷ്റൂം യൂണിറ്റിൻ്റെ മുറിക്കകത്ത് ആവശ്യമായ ടെമ്പറേച്ചർ 25 മുതൽ 30 ഡിഗ്രി വരെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് തണുപ്പ് ഉള്ള ഒരു അന്തരീക്ഷം മുറിക്കുള്ളിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു മുറിയെയാണ് മഷ്റൂം യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം മഷ്റൂം വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു മുറി എന്ന് പറയുന്നത്. അവ തയ്യാറാക്കുന്നത് അത് ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കാം. വീടിനോട് ചേർന്നോ അതിന് പ്രത്യേകമായോ, അത് ടെൻ്റ് അടിച്ചോ, അല്ലെങ്കിൽ വാർത്ത ബിൽഡിങ്ങോ മുറിയോ 4 ചുവരുള്ള മുറിയോ, അത് ശുചിയായി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓല ഉണ്ടാവാം, ഗ്രീൻ നെറ്റ് അതിന് ചുറ്റും അടിച്ചുകൊണ്ടാവാം, പിന്നെ സിമെൻറ്റ് കൊണ്ട് വാർത്ത ചുവരുകൾ ഉള്ള മുറിയാവാം. 4 വശവും അടഞ്ഞ് മുറിക്കുള്ളിൽ ഇരുട്ട് വരത്തക്ക വിധത്തിലുള്ള സംവിധാനമാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ വായു കടക്കുകയും വേണം. ആവശ്യമായ നല്ലപോലെ വായു കടക്കുകയും വേണം. ഗ്രീൻ നെറ്റാണ് ഏറ്റവും നല്ല സംവിധാനം. വായു കുറഞ്ഞാൽ അതിൻ്റെ വളർച്ചയെ ബാധിക്കും. പിന്നീട് തറ വാർക്കണമെന്നില്ല. അത് വളർച്ച പ്രാപിക്കുന്ന സമയത്ത് നമ്മൾ താഴെ ഗ്രൗണ്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് മുറി തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബെഡിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കാറില്ല. ഗ്രൗണ്ടിലാണ്, അതായത് ആ മുറിയുടെ താഴത്തെ തറയിലാണ് വെള്ളം ഒഴിക്കുന്നത്. ആ വെള്ളം മുറിക്കുള്ളിൽ താഴെ ഒഴിക്കുമ്പോൾ ആ മുറിയുടെ ടെമ്പറേച്ചർ തണുത്ത് വരും. ആ ടെമ്പറേച്ചറിലാണ് കൂൺ വളരേണ്ടത്. അങ്ങനെയുള്ള സംവിധാനമാണ് ഒരു മുറി ആയി വേണ്ടത്. ഇതിൻ്റെ മഷ്റൂം യൂണിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംവിധാനത്തെയാണ്. മുറി ശുചിയായിട്ടിരിക്കണം, സൂക്ഷിക്കുവാൻ പാകത്തിൽ ഉള്ള സംവിധാനങ്ങൾ അവിടെ വേണം. വായു ആവശ്യമായി ലഭിക്കുന്ന സംവിധാനം വേണം. അതുപോലെ തന്നെ പാറ്റ, ഇൻസെക്ട്സ്, മറ്റ് പുഴുക്കൾ ശല്യമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും ശുചിയായിരിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ മുറിക്കകത്ത് കയറുവാനുള്ള സംവിധാനവും നമുക്ക് വേണം. അത് ബെഡ് ഓരോന്നും പരിശോധിക്കാനുള്ള സംവിധാനം വേണം. അതിനുവേണ്ടി അതിൻ്റെ അകത്ത് ഒരാൾക്കൂടെ കയറി ഇറങ്ങി മൂവ് ചെയ്യാനുള്ള സംവിധാനവും വേണം. ഓരോ ബെഡ് പരിശോധിക്കാനുള്ള സംവിധാനവും മുറിക്കകത്ത് വേണ്ടതാണ്. അതോടൊപ്പം തന്നെ മുറിയുടെ മുകളിൽ ആയിട്ടാണ് നമ്മൾ ഈ ബെഡ് തയ്യാറാക്കുന്നത്, തൂക്കുന്നത്. അത് തൂക്കുന്നത് മുകളിൽ കെട്ടി തൂക്കുവാനുള്ള സംവിധാനം വേണം. സാധാരണഗതിയിൽ പൈപ്പ് ലൈൻ 3, 4, 5 വരി പൈപ്പ് ലൈൻ മുകളിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈപ്പ് ലൈനിൽ തൂക്കി ഇട്ടാൽ മതിയാകും. ആ പൈപ്പ് ലൈൻ തമ്മിലുള്ള അകലം ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. 75 സെൻറ്റിമീറ്ററാണ് പൈപ്പ് ലൈൻ തമ്മിലുള്ള അകലം. അതോടൊപ്പം തന്നെ ഓരോ പൈപ്പ് ലൈനും നമുക്ക് ആവശ്യത്തിലധികം പൈപ്പ് ലൈനിൻ്റെ നീളം അനുസരിച്ച് ബെഡ് തൂക്കാവുന്നതാണ്. ആ പൈപ്പ് ലൈനിൽ ഒരു ബെഡും മറ്റൊരു ബെഡും തമ്മിലുള്ള അകലം 45 സെൻറ്റിമീറ്ററാണ്. അത് മിനിമം അത് പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു പൈപ്പ് ലൈനും മറ്റൊരു പൈപ്പ് ലൈനും തമ്മിലുള്ള അകലം 75 സെൻറ്റിമീറ്റർ ആയിരിക്കേണ്ടതാണ്. ഇത് ശുചിയായി സൂക്ഷിക്കാനും അണുബാധ തടയാനും ഒക്കെയാണ് ഈ സംവിധാനം ആവശ്യമാണ്. അതുപോലെ തന്നെ ഇത് എപ്പോഴും ശുചിയായി സൂക്ഷിക്കേണ്ടതും പരിശോധിക്കേണ്ടതും ഒക്കെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം നല്ല കാലാവസ്ഥ 30 ഡിഗ്രി താഴെയുള്ള ടെമ്പറേച്ചറിൽ തണുപ്പ് ലഭിക്കത്തക്ക വിധം ഉള്ള സംവിധാനമാണ് ആ മുറിക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മുറിയാണ് മഷ്റൂം യൂണിറ്റ് എന്ന് പറയുന്നത്. ആ യൂണിറ്റിൻ്റെ അകത്താണ് നാം ഈ മഷ്റൂം വളർത്തിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ മഷ്റൂം വളർന്ന കാലയളവിൽ വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആ വെള്ളം ഒഴിച്ച് ആ തറയിലാണ് ഒഴിച്ചു വെക്കുന്നത്. ആ തറയിൽ ഒഴിച്ച് വെക്കാനുള്ള സംവിധാനവും വേണം.
അപ്പോൾ അത് അണുബാധകൾ തടയാനുള്ള സംവിധാനവും വേണം. അപ്പോൾ ഈ തരത്തിലുള്ള മുറിയാണ് നമ്മൾ എന്താണ് മഷ്റൂം യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഉള്ള യൂണിറ്റ് പ്രാരംഭഘട്ടത്തിൽ ആദ്യമായി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ചില കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഓല വെച്ച് മറച്ച തണുപ്പ് കിട്ടത്തക്കത്തിലുള്ള ഷെഡോ ഒക്കെ മതിയാകും. അതിനുശേഷം തുടർന്നുള്ള നേട്ടങ്ങളിൽ പുതിയ സംവിധാനങ്ങൾ വലിയ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും ചിലവ് കുറച്ച് ചെയ്യുന്നതാണ് പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും നല്ലത്.